കഥകൾ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദ സ്റ്റോറി ലാൻഡിലേക്ക് സ്വാഗതം. കഥകൾ പ്രകാശിക്കുന്ന ഒരു മനോഹര ലോകത്തിലേക്ക്. ഇവിടെ ഞാൻ പ്രാചീനവും പ്രശസ്തവുമായ കഥകൾ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. വരൂ, നമുക്ക് ഒരുമിച്ച് കഥകളുടെ യാത്ര ആരംഭിക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന കഥകൾ പഞ്ചതന്ത്രം എന്ന പ്രാചീന ഭാരതീയ കഥാസമാഹാരത്തിൽ നിന്നുള്ളവയാണ്. ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഈ കഥകൾ ആദ്യം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടവയാണ്. എൻ കൃഷ്ണപിഷാരടി സ്വന്തം ശൈലിയിൽ പുതുക്കി പറഞ്ഞ രൂപം. വരൂ, നമുക്ക് ഒരുമിച്ച് കഥകളുടെ ലോകത്തിലേക്ക് സഞ്ചരിക്കാം. പാടലീപുത്രം എന്ന പ്രസിദ്ധമായ രാജ്യം. ഐശ്വര്യദേവത അവിടെ നൃത്തം ചെയ്തിരുന്നു. അവിടുത്തെ രാജകൊട്ടാരത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കുവാൻ പ്രയാസം. അവിടുത്തെ മഹാരാജാവാണ് സുദർശനൻ. ദേവേന്ദ്രനെ പോലെ പരാക്രമിയും ഐശ്വര്യവാനുമായ അദ്ദേഹത്തിൻ്റെ കീർത്തി നാടെങ്ങും പരന്നു. ബ്രാഹ്മണരെ കൊണ്ട് സൽക്കർമ്മങ്ങൾ പലതും അദ്ദേഹം യഥാകാലം ചെയ്യിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് 8-10 പുത്രന്മാരുണ്ടായി. എന്നാൽ അവർക്കാർക്കും വിദ്യാഭ്യാസത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു. സുദർശനൻ തൻ്റെ മക്കളെ ഓർത്ത് വളരെ ദുഃഖിതനായി. യൗവനവും കാമവും സമ്പത്തും അജ്ഞതയും മൂലം ദുഷ്ടസന്തതികൾ കുലം മുടിക്കും. ഇവ 4 ഒത്തുചേർന്നവൻ്റെ കഥ പറയുവാനില്ല. തൻ്റെ പുത്രന്മാരെ വേണ്ടതുപോലെ പഠിപ്പിച്ച് അവർക്ക് പുനർജന്മം നൽകുവാൻ കേൾപ്പുള്ള പണ്ഡിതനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ കാണാതെ സുദർശന മഹാരാജ വളരെയധികം വ്യസനിച്ചു. സോമശർമാവെന്ന പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ അക്കാലത്തൊരിക്കൽ രാജകൊട്ടാരത്തിൽ വന്നു ചേർന്നു. മഹാരാജാവിൻ്റെ ദുഃഖകാരണം അദ്ദേഹം അറിയുവാനിടയായി. 6 മാസത്തിനുള്ളിൽ രാജകുമാരന്മാരെ നീതിശാസ്ത്രമെല്ലാം പഠിപ്പിച്ച് ഉത്തമ പുത്രന്മാരാക്കി മാറ്റാമെന്ന് സോമശർമാവ് വാഗ്ദാനം ചെയ്തപ്പോൾ രാജാവിനുണ്ടായ സന്തോഷത്തിനതിരില്ലായിരുന്നു. രാജാവ് തൻ്റെ പുത്രന്മാരെയെല്ലാം വിളിച്ച് സോമശർമാവിനെ ഏൽപ്പിച്ചു. കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നീതിശാസ്ത്ര തത്വങ്ങളെല്ലാം രാജകുമാരന്മാരെ പഠിപ്പിക്കുവാൻ സോമശർമാവ് തീർച്ചപ്പെടുത്തി. മിത്രഭേദം, സുഹൃലാഭം, സന്ധിവിഗ്രഹം, ലഗ്നനാശം, അസംപ്രേക്ഷ്യകാരിത്വം എന്നിങ്ങനെ 5 തന്ത്രങ്ങളാണ് രാജാക്കന്മാർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. ഈ തന്ത്രങ്ങളെല്ലാം സോമശർമാവ് കഥാരൂപത്തിൽ രാജകുമാരന്മാരെ പഠിപ്പിക്കുവാൻ തുടങ്ങി.